റഷ്യൻ ജനതയ്ക്കുള്ളിൽ ഭയവും പരിഭ്രാന്തിയും വിതയ്ക്കാനുള്ള യുക്രൈന്റെ ആസൂത്രിത ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെടുമെന്ന് പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ്. മോസ്കോയിൽ നടന്ന ഉന്നതതല യോഗത്തിലാണ് യുക്രൈന്റെ സൈനികവും തന്ത്രപരവുമായ നീക്കങ്ങളെ പുടിൻ പരസ്യമായി തള്ളിക്കളഞ്ഞത്. റഷ്യൻ ജനതയെ ഭയപ്പെടുത്തുക എന്നത് ഒരിക്കലും നടക്കാത്ത കാര്യമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. റഷ്യയുടെ ആഭ്യന്തര സുരക്ഷയും സാമ്പത്തിക ഭദ്രതയെയും തകർക്കാൻ ലക്ഷ്യമിട്ട് കീവ് നടത്തുന്ന നീക്കങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി പരാജയപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് ഇതെന്നും മോസ്കോ അവകാശപ്പെടുന്നുണ്ട്. യുദ്ധം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും റഷ്യൻ ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ പാശ്ചാത്യ ശക്തികളുടെ പിന്തുണയോടെയുള്ള യുക്രൈൻ പ്രചാരണങ്ങൾക്ക് സാധിച്ചിട്ടില്ലെന്നാണ് ക്രെംലിൻ വിലയിരുത്തുന്നത്. ഇന്ധന വിതരണത്തെയും രാജ്യത്തിന്റെ ലോജിസ്റ്റിക് സംവിധാനങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് പുടിൻ ഈ നിർണായക പരാമർശങ്ങൾ നടത്തിയത്. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ച അദ്ദേഹം യുക്രൈൻ ലക്ഷ്യമിടുന്നത് റഷ്യൻ ജനതയുടെ ദൈനംദിന ജീവിതം ദുസ്സഹമാക്കാനാണെന്ന് കുറ്റപ്പെടുത്തി. പ്രത്യേകിച്ചും ക്രിമിയ പോലുള്ള തന്ത്രപ്രധാന മേഖലകളെയാണ് യുക്രൈൻ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത്. റഷ്യയുടെ സാമ്പത്തിക അടിത്തറ തകർക്കുക എന്ന വിദേശ അജണ്ടയാണ് യുക്രൈൻ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് പുടിൻ ആരോപിക്കുന്നുണ്ട്. വ്യവസായശാലകളുടെയും ഉൽപാദന മേഖലകളുടെയും പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള അട്ടിമറി നീക്കങ്ങളാണ് അതിർത്തികളിൽ നടക്കുന്നത്. എന്നാൽ ഇത്തരം ഭീഷണികളെ അതിജീവിക്കാനുള്ള കരുത്ത് റഷ്യൻ സമ്പദ് വ്യവസ്ഥ കൈവരിച്ചു കഴിഞ്ഞതായി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി റഷ്യയുടെ ആഭ്യന്തര ഊർജ്ജ ശൃംഖലകൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ഡ്രോണുകളും അത്യാധുനിക മിസൈലുകളും ഉപയോഗിച്ച് റഷ്യയുടെ തന്ത്രപ്രധാന മേഖലകളെ തകർക്കാനാണ് കീവ് ശ്രമിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് രാജ്യത്തെ ഇന്ധന വിതരണവും സുരക്ഷയും പുനഃപരിശോധിക്കാൻ റഷ്യൻ പ്രസിഡന്റ് നേരിട്ട് യോഗം വിളിച്ചത്. റഷ്യയുടെ ഇന്ധന ഊർജ്ജ മേഖല നേരിടുന്ന വെല്ലുവിളികളെ ചെറുക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് പുടിൻ വ്യക്തമാക്കി. ആക്രമണങ്ങളിൽ തകർന്ന ഇന്ധന സംഭരണശാലകളും വിതരണ ശൃംഖലകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനരുദ്ധീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. ജനങ്ങൾക്ക് ഇന്ധന ലഭ്യത ഉറപ്പാക്കുന്നതിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയും പാടില്ലെന്ന് യോഗത്തിൽ കർശനമായ ഉത്തരവാണ് നൽകിയിരിക്കുന്നത്. ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളും കരുതലുമുള്ള ഒന്നാണ് റഷ്യയുടെ ഊർജ്ജ സംവിധാനമെന്ന് പുടിൻ അവകാശപ്പെട്ടു. ഏതൊരു വലിയ പ്രതിസന്ധിയെയും നേരിടാൻ പര്യാപ്തമായ സുരക്ഷാ മാർജിൻ റഷ്യൻ പവർ ഗ്രിഡുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ യുക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ അട്ടിമറി നീക്കങ്ങൾക്ക് റഷ്യയുടെ ഊർജ്ജ സുരക്ഷയെ പൂർണ്ണമായി തകർക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. യുക്രൈന്റെ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലും ക്രിമിയയിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ റഷ്യൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. നിരന്തരമായ ഡ്രോൺ ആക്രമണങ്ങൾ നേരിടുന്ന ഈ മേഖലകളിലെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സാമൂഹിക പിന്തുണയും സർക്കാർ ഉറപ്പാക്കും. യുദ്ധ സാഹചര്യത്തിൽ ജനങ്ങൾക്കുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ പ്രത്യേക പാക്കേജുകൾ പ്രഖ്യാപിക്കുമെന്നും ക്രെംലിൻ സൂചിപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന അത്യാധുനിക ആയുധങ്ങളുടെ ബലത്തിലാണ് യുക്രൈൻ റഷ്യയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് റഷ്യൻ മണ്ണിലേക്ക് കടന്നു കയറാനുള്ള യുക്രൈന്റെ ശ്രമങ്ങൾ താൽക്കാലികമായി ചില നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ നാശനഷ്ടങ്ങളെല്ലാം അതിവേഗം പരിഹരിക്കാൻ റഷ്യൻ എഞ്ചിനീയർമാർക്ക് സാധിക്കുന്നുണ്ടെന്ന് പുടിൻ ചൂണ്ടിക്കാട്ടി. റഷ്യയ്ക്കുള്ളിൽ പരിഭ്രാന്തി പടർത്തി ഭരണകൂടത്തിനെതിരെ ജനവികാരം ഇളക്കിവിടുക എന്ന തന്ത്രമാണ് സെലൻസ്കിയും നാറ്റോ സഖ്യവും പയറ്റുന്നത്. ഉപരോധങ്ങൾ കൊണ്ട് തളരാത്ത റഷ്യയെ ആഭ്യന്തര കലഹങ്ങളിലൂടെ തകർക്കാമെന്ന് അവർ കരുതുന്നു. എന്നാൽ റഷ്യൻ ജനതയുടെ ചരിത്രപരമായ പ്രതിരോധ ശേഷിയെ മനസ്സിലാക്കുന്നതിൽ പാശ്ചാത്യ ലോകത്തിന് തെറ്റുപറ്റിയെന്നാണ് പുടിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. ക്രിമിയൻ പെൻസുലയെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയ പ്രാധാന്യം കൂടിയിട്ടുണ്ട്. റഷ്യ തങ്ങളുടെ അഭിമാനമായി കരുതുന്ന ക്രിമിയൻ പാളത്തിനും ഇന്ധന പൈപ്പ് ലൈനുകൾക്കും നേരെയുള്ള ഭീഷണികൾ നേരിടാൻ വ്യോമ പ്രതിരോധം കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിർത്തികളിൽ കൂടുതൽ കർശനമായി നിരീക്ഷണം ഏർപ്പെടുത്താനാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ തീരുമാനം. സാമ്പത്തിക രംഗത്ത് റഷ്യ നേരിടുന്ന വെല്ലുവിളികളെ അതിജീവിക്കാൻ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി. യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഇന്ധന വിപണിയിലെ വിലക്കയറ്റം തടയാൻ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. റഷ്യൻ കമ്പനികൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കാൻ ബദൽ മാർഗങ്ങൾ കണ്ടെത്തുമെന്നും ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. യുക്രൈന്റെ ദീർഘദൂര പ്രഹരശേഷി വർദ്ധിച്ച സാഹചര്യത്തിൽ
റഷ്യ തങ്ങളുടെ ആണവ നിലയങ്ങളുടെയും പ്രധാന അണക്കെട്ടുകളുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സൈന്യം സജ്ജമാണ്. യുക്രൈന്റെ ഭാഗത്തു നിന്നുള്ള ചെറിയൊരു പിഴവ് പോലും വലിയ തിരിച്ചടികൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പും റഷ്യൻ സൈനിക വക്താക്കൾ നൽകുന്നുണ്ട്. യുദ്ധകാലത്ത് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ കർശനമായി നേരിടും. ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള വ്യാജ വാർത്തകളും പ്രചാരണങ്ങളും തടയാൻ സൈബർ സുരക്ഷാ വിഭാഗത്തിന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്നാണ് മോസ്കോയുടെ വിലയിരുത്തൽ. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക സഹകരണം റഷ്യയ്ക്ക് വലിയ ഊർജ്ജമാണ് നൽകുന്നത്. പാശ്ചാത്യ ഉപരോധങ്ങളെ മറികടന്ന് ഇന്ധന കയറ്റുമതി തുടരാൻ റഷ്യയ്ക്ക് സാധിക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ടാണ്. അതേസമയം യുക്രൈൻ തങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന സൂചനയാണ് കീവിൽ നിന്ന് വരുന്നത്. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ ജീവരക്തമായ എണ്ണ ശുദ്ധീകരണശാലകളെ നിരന്തരം ആക്രമിക്കുന്നതിലൂടെ റഷ്യയെ ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാമെന്ന് യുക്രൈൻ കരുതുന്നു. എന്നാൽ ഇത്തരം സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങില്ലെന്ന ഉറച്ച നിലപാടിലാണ് ക്രെംലിൻ. വരും ദിവസങ്ങളിൽ റഷ്യയുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രത്യാക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതിരോധ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇന്ധന വിതരണ ശൃംഖലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പകരമായി യുക്രൈന്റെ കമാൻഡ് സെന്ററുകളും ഊർജ്ജ നിലയങ്ങളും റഷ്യ തകർത്തേക്കാം. ശീതകാലം അടുത്തെടുക്കുന്ന സാഹചര്യത്തിൽ യുക്രൈന്റെ ഊർജ്ജ മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ ഇത് കാരണമാകും. റഷ്യയുടെ ആഭ്യന്തര സുരക്ഷാ കാര്യങ്ങളിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരിട്ടിടപെടുന്നത് സൈന്യത്തിനും ജനങ്ങൾക്കും വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത്. രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടെന്നും അതിനെല്ലാം കൃത്യമായ പരിഹാര മാർഗങ്ങൾ സർക്കാരിന്റെ പക്കലുണ്ടെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ റഷ്യ കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ യുദ്ധത്തിൽ റഷ്യയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കുന്നതുവരെ സൈനിക നടപടികൾ തുടരുമെന്ന് പുടിൻ വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ആയുധ സഹായം യുക്രൈന്റെ തകർച്ചയുടെ ആക്കം കൂട്ടുകയുള്ളൂ. റഷ്യയെ ഭയപ്പെടുത്താമെന്ന് കരുതുന്നവർ ചരിത്രം വിസ്മരിക്കുകയാണെന്നും ആഭ്യന്തരമായി രാജ്യം കൂടുതൽ സുരക്ഷിതമാണെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പുടിൻ തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചത്. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നതാണ് പുടിന്റെ ഈ പുതിയ നിലപാടുകൾ. റഷ്യൻ ജനതയുടെ മനസ്സ് തകർക്കാൻ യുക്രൈന് കഴിയില്ലെന്ന പ്രഖ്യാപനം വരാനിരിക്കുന്ന കടുത്ത സൈനിക നീക്കങ്ങളുടെ മുന്നോടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധക്കളത്തിലും നയതന്ത്ര തലത്തിലും റഷ്യ തങ്ങളുടെ മേധാവിത്വം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുമെന്ന സൂചനയാണ് ഇതിലൂടെ പുറത്തുവരുന്നത്.